ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി, ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് ഏകദേശം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ സമയത്ത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലേ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ പീസുകളായിട്ട് ഫ്രൈ ചെയ്തതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നാറ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ പൊരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ പൗഡർ ആഡ് ചെയ്യാവേ. അപ്പോഴാണ് നമുക്ക് ആ കുറച്ച് ക്രിസ്പി ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ 65ൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകില്ലേ അതുകൂടി ഒന്ന് വറുത്ത് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.